അസ്സലാമു വറഹ്മത്തുള്ളാഹി ബഹുമാനികളെ, ഇന്ന് പരിശുദ്ധമായ ഹറമിലാണുള്ളത്, ഹറാം വേഷത്തിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെല്ലാമാണ് ഹറമിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ പാലിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൂടെ ഇന്ന് നമുക്ക് സഞ്ചരിക്കാം. ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ മതിയായ രേഖകൾ എല്ലാ സമയത്തും കൈകളിലോ മൊബൈലിലോ ഉണ്ടാകണം. പല സമയങ്ങളിലും ക്രോസ് ചെക്കിംഗ് ഉണ്ടാകുമ്പോൾ രേഖകളില്ലാത്തവർ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കപ്പെടുകയോ ചെയ്യും. അതുപോലെ ഹറമുകളിൽ ധാരാളം വേലികളും അതിർവരമ്പുകളും നിശ്ചയിച്ചിട്ടുണ്ട്. അത് യാത്രക്കാർ അല്ലെങ്കിൽ ഉംറയ്ക്ക് വരുന്നവർ കൃത്യമായിട്ട് പാലിക്കണം. ഭക്ഷണ പദാർത്ഥങ്ങളോ വിതരണം ചെയ്യാനുള്ള ഭക്ഷണങ്ങളോ ഹറമിന്റെ അകത്തേക്ക് അനുവദിക്കുന്നതല്ല. അതുപോലെ ലഗേജ് ഭാരിച്ച ലഗേജുമായിട്ട് കയറി ചെന്നാൽ അങ്ങോട്ട് കയറ്റിവിടൂല. മത്താഫിലേക്ക് ഇപ്പോൾ പുരുഷന്മാർക്ക് ഇഹ്റാം ഡ്രസ്സിൽ മാത്രമാണ് പ്രവേശനമുള്ളത്. അല്ലാത്തവർ മറ്റ് നിലകളിലുള്ള മത്താഫുകൾ ഉപയോഗിക്കേണ്ടി വരും. കാബാലയത്തിന്റെ തൊട്ടടുത്തുള്ള മത്താഫിൽ ഇഹ്റാം ഡ്രസ്സിൽ മാത്രമേ കടത്തിവിടുകയുള്ളൂ. മറ്റു ശ്രദ്ധിക്കേണ്ടത്, വെള്ളത്തിന്റെ ക്യാരി ബാഗോ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ബാഗിൽ നോർമൽ ഇഹ്റാമിന്റെ ഡ്രസ്സല്ലാത്ത നോർമൽ ഡ്രസ്സോ കൊണ്ടുപോയാലും അവർ ചെക്ക് ചെയ്താൽ അങ്ങനെയുള്ളവരെ ഹറമിന്റെ അകത്തേക്ക് കയറ്റിവിടുന്നതല്ല. ലൈറ്റർ, അതുപോലെ ആയുധങ്ങൾ, സ്ഫോടകാത്മകമായ വസ്തുക്കളും ഹറമിന്റെ അകത്ത് നിരോധനമുള്ളതാണ്. വീഡിയോ ക്യാമറ ചിത്രീകരിക്കാനോ പോക്കറ്റ് മൈക്കുകളോ മറ്റ് ഉച്ചഭാഷണികളോ ഹറമിന്റെ അകത്തും പരിസരത്തും ഉപയോഗിക്കൽ നിരോധനമുള്ളതാണ്. മുദ്രാവാക്യം വിളിക്കാനോ കൊടികൾ ഉപയോഗിക്കാനോ പാടില്ലാത്തതാണ്. വീൽചെയർ എല്ലായിടത്തും ഉപയോഗിക്കാൻ സാധ്യമല്ല. വീൽചെയറിന് പ്രത്യേകമായ പോയിന്റുകളും അതിന് പ്രത്യേകമായ വഴികളുമുണ്ട്. ആ വഴികൾ മാത്രം വീൽചെയറുകൾ ഉപയോഗിക്കുക. അതുപോലെ വീൽചെയർ കൊണ്ടുപോകുന്നവർ അടുത്ത ബന്ധുവാണെന്ന് തെളിയിക്കുന്ന രേഖകളോ അല്ലെങ്കിൽ വീൽചെയറിന് അനുവദിക്കപ്പെട്ട ലൈസൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളോ ആയിരിക്കണം വീൽചെയർ കൊണ്ടുപോകേണ്ടത്. ഹറമിന് സ്വന്തമായിട്ട് രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ വീൽചെയർ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മറുവയുടെ അടുത്തായിട്ട് ഒരു ഫ്രീ വീൽചെയർ പോയിന്റ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഹറമിന്റെ പരിസരത്ത് വീണുകിടക്കുന്ന വസ്തുക്കൾ എടുത്താൽ അത് എടുക്കുന്ന വ്യക്തി എന്തുദ്ദേശത്തിന് എടുത്താലും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും, അത് ശ്രദ്ധിക്കുക. അതുപോലെ സ്വന്തം സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ മറുവയുടെ പരിസരത്തായി ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്നൊരു കൗണ്ടറുണ്ട്. അവിടെ പരാതി കൊടുത്ത് അവരുടെ കൈവശം കിട്ടിയ സാധനങ്ങൾ വീണ്ടെടുക്കാനുള്ള സംവിധാനമുണ്ട്. ചെരുപ്പ് സ്റ്റാൻഡുകളിൽ ഒരു പരിധിയിൽ കൂടുതൽ ചെരുപ്പുകളോ ബാഗേജുകളോ മറ്റു സാധനങ്ങളോ ഹറമുകളിൽ സൂക്ഷിക്കാവതല്ല. അത് സമയം കഴിഞ്ഞാൽ നീക്കം ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഹറമിന്റെ പുറത്ത് മറുവയുടെ ഭാഗത്ത് ഫ്രീ ആയിട്ട് തലമുടി വെട്ടിക്കൊടുക്കുന്ന ഹറമിന്റെ സൗകര്യമുള്ള ഭാഗമുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇഹ്റാം ഡ്രസ്സ് സെക്യൂരിറ്റി ജീവനക്കാരെയോ ഹറമിലെ ഉദ്യോഗസ്ഥരെയോ തടസ്സപ്പെടുത്താനോ അവരുടെ ജോലികളിൽ തടസ്സം നീക്കാനോ പാടില്ല. അത് ക്രിമിനൽ കുറ്റമാണ്. നിസ്കാര സമയങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി അനുവദിക്കപ്പെട്ടുള്ള ഭാഗത്ത് മാത്രം നിസ്കരിക്കുക. നിസ്കാര സമയങ്ങളിൽ സ്ത്രീകൾ മത്താഫിലേക്ക് തുവാഫിനിറങ്ങിയാൽ അവർ കൂട്ടം തെറ്റിപ്പോകാൻ ചാൻസുകളുണ്ട്. അതുപോലെ ഹറമുകളിൽ പലപ്പോഴും നമ്മൾ ഇബാദത്തുകൾക്കും മറ്റും പ്രവേശിക്കുമ്പോൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് പല വഴികളാണ്. അത് കയറുന്ന വഴി ഒരു പക്ഷേ തിരിച്ച് ഇറങ്ങാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തിരിച്ച് റൂമുകളിലെത്താനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ട് വേണം എല്ലാവരെയും ഹറമിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. ഹറമിൽ പല സ്ഥലത്തും റെസ്ട്രിക്റ്റഡ് ഏരിയകളുണ്ട്. ആ ഏരിയകളിൽ ഒരു കാരണവശാലും പ്രവേശിക്കാൻ പാടില്ല, അത് കുറ്റകരമാണ്. കൂട്ടം തെറ്റിയാൽ ഉദ്യോഗസ്ഥരെ സമീപിച്ചാൽ ഹോട്ടലുകളുടെ കാർഡുകളോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ കാണിച്ചാൽ ഉദ്യോഗസ്ഥർ ഫോൺ മുഖാന്തരം വേണ്ടപ്പെട്ടവരെയോ ഗ്രൂപ്പ് അമീറുമാരെയോ ബന്ധപ്പെടുകയും അവരവരുടെ ഹോട്ടലുകളിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുമല്ലെങ്കിൽ ഹറമിന്റെ മുൻവശത്തുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ടാക്സികളെ സമീപിച്ച് ഹോട്ടലുകളുടെ കാർഡുകൾ കൊടുത്താൽ അവർ കൃത്യമായി അവരവരുടെ ഹോട്ടലുകൾ എത്തിക്കുന്നതാണ്. ടാക്സികൾ വിളിക്കുമ്പോഴും അതുപോലെ വീൽചെയറുകൾ വിളിക്കുമ്പോഴും അപ്രൂവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വിളിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഹറമുകളുടെ അകത്തുള്ള സംസം ബോട്ടിലുകളിൽ നിന്ന് കുപ്പികളിലോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ക്യാരി ബാഗുകളിലോ സംസം നിറയ്ക്കുന്നത് നിരോധനമുള്ളതാണ്. അതിന് പ്രത്യേകമായി പുറത്ത് കൗണ്ടറുകളുണ്ട്, അവിടുന്ന് മാത്രം സംസം നിറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹറമിൽ വെച്ച് രോഗികളായാൽ സെക്യൂരിറ്റി ജീവനക്കാരെയോ അവിടെ നിൽക്കുന്ന സോൾജേഴ്സിനെയോ വിവരം അറിയിച്ചാൽ ആംബുലൻസ് സൗകര്യം ചെയ്യുന്നതും ആവശ്യമായ ഫ്രീ മെഡിക്കൽ സേവനങ്ങൾ ലഭിക്കുന്നതുമാണ്.
മത്താഫിന്റെ അകത്ത് വെച്ച് വുളൂ നഷ്ടപ്പെട്ടാൽ പരിശുദ്ധമായ ഹറം ഷരീഫിൽ നിന്ന് മത്താഫിലേക്ക് ഇറങ്ങുന്ന സ്റ്റെയർ കേസുകളുടെ അടിയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായി വുളൂ ചെയ്യാൻ സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. മഖാമു ഇബ്രാഹിമിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കൽ സുന്നത്താണെങ്കിലും തവാഫ് നടക്കുന്ന സമയത്ത് മത്താഫിൽ വെച്ച് അവിടെ നിസ്കാരം അനുവദിക്കുന്നതല്ല. അത് പുറകുഭാഗത്തേക്ക് മാറി നിന്ന് നിസ്കരിക്കാവുന്നതാണ്. അതുപോലെ കഅബാലയത്തിലോ ഹറമിന്റെ ഏതെങ്കിലും ഭാഗത്തോ എഴുതുന്നതോ നോട്ടീസുകൾ പതിക്കുന്നതോ കുറ്റകരവും ശിക്ഷണ വിധേയമാക്കപ്പെടുന്നതുമാണ്. ഹറമിന്റെ പരിസരങ്ങളിൽ അനധികൃതമായ കച്ചവടവും പിരിവും നടത്തുന്നത് വലിയ കുറ്റകരമാണ്. അതുപോലെ ഹറമിന്റെ അകത്ത് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ അനുവാദമുള്ളതല്ല. മുസ്ഹഫ് കസേര ഹറമിൽ വഖഫ് ചെയ്യപ്പെട്ടത് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ലാത്തതാണ്. അതുപോലെ ഹറമിൽ വഖഫ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ ഹറമിൽ വഖഫ് ചെയ്യാൻ പാകത്തിനുള്ള ഏറ്റവും മുന്തിയ തരം മുസ്ഹഫുകൾ മാത്രം വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുറഞ്ഞ മുസ്ഹഫുകൾ ഹറമുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതാണ്. ഒരു കാരണവശാലും ഹറമിന്റെ അകത്ത് വെച്ച് മർവയിലോ സഫയിലോ വെച്ച് മുടികൾ നീക്കം ചെയ്യപ്പെടരുത്. അത് ഹറമിന്റെ ഭാഗമായതുകൊണ്ട് കുറ്റക്കാരായി മാറും. അതുപോലെ വേസ്റ്റ് ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കുക. മറ്റ് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹജറുൽ അസ്വദ് ചുംബിക്കാനും മറ്റുമൊക്കെ സ്വന്തമായിട്ട് മാത്രം പോകാതിരിക്കുക. പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തും. അതുപോലെ തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഹറമിന്റെ അകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ നമ്മുടെ ഹറമിന്റെ അകത്ത് പലതരത്തിൽ ജനങ്ങളുടെ കൈകളിൽ നിന്ന് പിരിവുകൾ വാങ്ങിയെടുക്കാൻ വേണ്ടി ഫലസ്തീനികളാണെന്നും അതുപോലെ ബാഗ് കീറിപ്പോയെന്നും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ അവസ്ഥയില്ലാതെ ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഹാജിമാരെ സമീപിക്കാറുണ്ട്. അങ്ങനെയുള്ള അനധികൃത പിരിവുകാരിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇങ്ങനെ ഹറമിൽ പ്രവേശിക്കുമ്പോൾ അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് ഹറമിന്റെ അകത്തേക്ക് കടന്നാൽ പൂർണ്ണ സുരക്ഷിതരായി ഉംറകൾ ചെയ്യാനും യാതൊരു ബുദ്ധിമുട്ടും വരാതിരിക്കാനും സാധിക്കും. അള്ളാഹു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നല്ല രൂപത്തിൽ അമലുകൾ ചെയ്യാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.